നമ്മൾ കേരളത്തിൽ 2 ആഴ്ചയായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഈ ഹേമ കമ്മിറ്റി എന്തിനാണ് സർക്കാർ രൂപീകരിച്ചത്? സ്ത്രീകൾക്ക് ഈ സിനിമ തൊഴിലിടത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ആ റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ ഈ സിനിമ ലോകത്തുള്ള സകല സ്ത്രീകളെയും ഒന്നടങ്കം അപമാനിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ നടക്കുന്നത്. എല്ലാവരും ആരുടെയൊക്കെയോ കൂടെ പോയി കിടന്നിട്ടാണ് ഇവിടെ. എന്താണിത്? ഇതിനായിരുന്നു ആ കമ്മിറ്റി? അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റി ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. നിങ്ങൾക്കറിയോ, ഇതുപോലുള്ള അടിസ്ഥാന വർഗ തൊഴിലാളികൾ, എന്നെ നിങ്ങൾ മാറ്റി നിർത്ത്. ഞാൻ എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഞാനും ഒരു അടിസ്ഥാന വർഗ തൊഴിലാളി തന്നെയാണ്. പക്ഷെ കുറെ കൂടെ ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ട് എന്നെ നിങ്ങൾ അങ്ങനെ അംഗീകരിക്കില്ല. ഇവരാരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വലിയ നടീനടന്മാരെ മാത്രമല്ലേ ഇവിടെ കണ്ടിട്ടുള്ളൂ. ഇവരാരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനിയും ഇവിടെ വരാനിരിക്കുന്നു ഒരുപാട് സ്ത്രീകൾ. പലർക്കും നാണക്കേടാണ്. കാരണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെയും പീഡിപ്പിക്കപ്പെട്ടവരായിട്ടാണോ മാധ്യമങ്ങൾ പുറത്ത് കാണിക്കുക എന്ന് ഭയമുണ്ട് പലർക്കും. നിങ്ങളെയാണ് ഇന്ന് ഭയപ്പെടുന്നത് സിനിമയിലെ സ്ത്രീകൾ. വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്. ആർക്കൊക്കെയോ ഇത് മുഴുവനും ഇല്ലാതെയാക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, ഒരല്പമെങ്കിലും ഒരു മനസാക്ഷി എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയതും തിരിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന വിഷ്വലുണ്ട് ഞങ്ങളുടെ കയ്യിൽ. വിഷ്വലുണ്ട്. ആ വിഷ്വൽ ഡിജിറ്റൽ തെളിവ് സഹിതമാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഞങ്ങൾ പോലീസിനും വനിതാ കമ്മീഷനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ വിഷ്വലിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അവർ എവിടെ നിന്ന് വന്നവരാണ് എന്ന്. അവരാണത്രേ സിനിമയിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതാണോ സംരക്ഷിക്കുന്ന രീതി? ഇങ്ങനെയാണോ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത്? അപമാനിച്ചുകൊണ്ട് സമൂഹത്തിന് മുൻപിൽ, കുടുംബത്തിനുള്ളിൽ അവർ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അവരെന്നോട് ഇന്ന് രാവിലെ ചോദിക്കുക, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഈ മാധ്യമങ്ങൾ അതിന് ഉത്തരം പറയുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് തന്നെ നന്നായിട്ടറിയാം അങ്ങനെയുള്ള പേരുകൾ പുറത്തുവിടാൻ പാടില്ല. ആ പേര് പറയുന്നിടം സൈലന്റ് ആക്കണമെന്നും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഒരു തെറ്റും ചെയ്യാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെല്ലാവരും. അവർ അതുകൊണ്ടാണ് മുഖം കാണിച്ച് സംസാരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത്. ഒരുപാട് ഇത്രയും രോഷം വരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? വേദനയാണ്, സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനയാണ്. ഇവരോട് ആദ്യമേ ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ശബ്ദവുമുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും അധ്വാനിച്ച് ജീവിക്കാനുള്ള ചങ്കൂറ്റവുമുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും നേരെ വരുന്ന ഏത് തരത്തിലുള്ള ലൈംഗിക ചൂഷണവും പോട എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താനുള്ള ശക്തിയുമുള്ളവരാണ്. ഞങ്ങളാരും ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അവൾ അങ്ങനെയാണ് ഇവളെങ്ങനെയാണ് എന്ന് പറയുന്ന സ്ത്രീകളല്ല. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും അത്തരക്കാരുടെ വ്യാജ വാർത്തകൾക്ക് പിന്നാലെ പോകാതിരിക്കുക.